ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബീഫ് സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ബീഫ് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെയ്തത് കുക്കറിനകത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കർ ഒന്ന് ചൂടാക്കിയത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് 1 കിലോ ബീഫ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ബീഫ് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇച്ചിരി എല്ലോട് കൂടുള്ള ബീഫാണ്. ഇച്ചിരി വലിയ പീസസ് ആയിട്ട് എടുത്തേക്കുന്നത്, ചെറിയ പീസസ് ആയിട്ടോ എല്ലില്ലാണ്ടെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്കൊരു 5-6 കാടമം, ഏലക്ക, 8 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ഇഞ്ച് കഷ്ണം, 2 കറുവാപ്പട്ട. അപ്പം നമ്മൾ സ്പൈസസിന് നല്ലൊരു മണം വരും. ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യുക. നല്ലൊരു മണം വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 2 സവോള സ്ലൈസ് ചെയ്തത്, 2 മീഡിയം സൈസിലുള്ള സവോളയാണ്, 10 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഒരു 2 ഇഞ്ചിൻ്റെ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും, 8 പച്ചമുളക്, 6 to 8 ഗ്രീൻ ചില്ലി. നമ്മുടെ എരിവ് കണക്കാക്കിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെയും നമ്മളെ ചേർത്ത കുരുമുളകിൻ്റെ എരിവേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഉപയോഗിക്കാം. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ നോക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സവോള ഒന്ന് സോഫ്റ്റായി വരണം. ബ്രൗൺ ആവണമെന്നില്ല, സോഫ്റ്റ് ആയാൽ മതി. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിനകത്തേക്ക് ബീഫ് ഇടാം. 1 കിലോ ഇറച്ചി ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നേരം സീർ ചെയ്തെടുക്കാം. ഇറച്ചിയുടെ ആ പിങ്ക് കളർ മാറി ഒരു വെള്ള നിറം ആകുന്നവരെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇറച്ചി ഇതേപോലെ ആയി കഴിയുമ്പോൾ, എല്ലാവരും ഒരു വൈറ്റ് ഇതായി കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് 2ാം പാല് ചേർക്കാം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 2 കപ്പ് തേങ്ങ എടുത്തു. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പിഴിഞ്ഞെടുക്കുന്നതാണ് 1ാം പാല്. ഏകദേശം ഒരു 3/4 കപ്പോളം കിട്ടും. വീണ്ടും ആ സെയിം തേങ്ങയിലേക്ക് നമ്മൾ 1-1.5 കപ്പോളം വെള്ളം ചേർത്ത് രണ്ടാമത് പിഴിഞ്ഞെടുക്കുന്നതാണ് 2ാം പാൽ. അപ്പോൾ 2ഉം 3ഉം പാലൊക്കെ എടുക്കാം. ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള പാലായിരിക്കണം. ഏകദേശം ഒരു 2 കപ്പോളം 2ാം പാലുണ്ട്. 2ാം പാൽ ചേർത്ത് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ പൊട്ടേറ്റോ ചേർക്കും. പൊട്ടേറ്റോ ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ വെന്തം കുടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല. ഇനി ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്തു. അടച്ച് കുക്ക് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരെ കുക്ക് ചെയ്യുക. അതിനുശേഷം തീ കുറച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരെ നമ്മൾ കുക്ക് ചെയ്തു. അതിനുശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റോളം കുക്ക് ചെയ്തു. ഞാൻ ഉപയോഗിച്ചത് വളരെ ടെൻഡറായിട്ടുള്ള മീറ്റ് ആയതുകൊണ്ട് ഈ സമയം കൊണ്ട് കുക്ക്ഡ് ആവണം. എപ്പോഴും ഇങ്ങനെയുള്ള മീറ്റ് പ്രഷർ കുക്കറിനേക്കാളും നല്ലത് നമ്മൾ തുറന്ന പാൻ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ഒത്തിരി ടൈം എടുക്കും. അപ്പം മീറ്റൊക്കെ ഓൾമോസ്റ്റ് കുക്ക്ഡാണ്. നമുക്കിനി പൊട്ടേറ്റോ ചേർക്കാനായി. പൊട്ടേറ്റോ ഞാൻ ഒരു 2 പൊട്ടേറ്റോ എടുത്തേക്കുന്നത്, 2-3 ചേർക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് വേണമെങ്കിലും ചേർക്കാം. പൊട്ടേറ്റോ ചേർത്ത് വീണ്ടും കുക്ക് ചെയ്യാം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്യുക. ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരെ കുക്ക് ചെയ്യാം. ഇതിൻ്റെ പ്രഷർ മൊത്തം പോകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ചൂടാക്കി ചമ്മന്തിയിലേക്ക് മൂപ്പിച്ചെടുക്കാനായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചൂടാക്കാം. ഇവിടെ ഞാൻ 3/4 കപ്പ് 1ാം പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തത് 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്സിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം അടച്ചു വെച്ചു. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ പീരയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തു, ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തു. അത് നമുക്ക് ഈ 1ാം പാലിലേക്ക് ചേർക്കാം. നമ്മുടെ സ്റ്റൂവിന് നല്ലൊരു കൊഴുപ്പും കിട്ടും, മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ റിച്ച് ആക്കും. ഒരു സ്പെഷ്യൽ ഒക്കേഷനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തേക്കൊരു 5 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത് മൂപ്പിച്ചെടുക്കാം. ചുവന്നുള്ളി മൂപ്പിച്ച് നമ്മൾ സ്റ്റൂവിൽ ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും സ്റ്റൂവിന്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം.
ഈ മിക്സർ നമ്മൾ ഒഴിക്കുന്നത് ഒന്നാം പാലിലേക്കാണ്. ഒന്നാം പാലിലേക്ക് ഒഴിച്ച് അടച്ചു വെക്കുക. പ്രഷറൊക്കെ പോയി ചെക്ക് ചെയ്യാം. പൊട്ടറ്റോയും വെന്തു. അപ്പോൾ നന്നായിട്ട് ഗ്രേവിയൊക്കെ ഉണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ഓണാക്കാം. അപ്പോൾ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് മൈദ സ്ലറി ചേർക്കുവാണ്. ഈ ഒരു ബോളിലേക്ക്, നമ്മൾ നട്ട്സൊക്കെ എടുത്ത ബോൾ തന്നെയാണ്, ആ ബോളിലേക്ക് 1 ടീസ്പൂൺ മൈദ, അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. വെള്ളമോ തേങ്ങാപ്പാലോ ചേർക്കാം. ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാല്. ഇനി തിളയ്ക്കണ്ട, അതിന് മുമ്പേ ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. ടൊമാറ്റോ ഒരു പകുതി ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്, കളറിന് ചെറിയൊരു പുളിക്കും, ഒത്തിരി വെന്ത് പോകണ്ട. അപ്പോൾ നമ്മളത് ചേർക്കേണ്ടത് ഒന്നാം പാൽ ചേർക്കുന്നതിന് മുമ്പാണ്, ഞാൻ വിട്ടുപോയതുകൊണ്ട് ഇപ്പോൾ ചേർക്കുകയാണ്. ടൊമാറ്റോ നിർബന്ധമില്ല, അതിന് പകരം വേണമെങ്കിൽ ഇച്ചിരി വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങ നീര് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായി. ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് ഇട്ടേക്കുന്ന പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റൂ ഒരു 8 പേർക്കൊക്കെ 6 to 8 പീപ്പിളിന് സെർവ് ചെയ്യാവുന്നൊരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ നല്ല ബെസ്റ്റാണ്. ബ്രെഡും ബീഫ് സ്റ്റൂവും നല്ല കോമ്പിനേഷനാണ്. അതുകൂടാതെ അപ്പം, പാലപ്പം, ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Thank you for watching Mahima's Cooking Class.